മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നടാ പരീക്ഷ? അടിപൊളിയായി എഴുതിയോ നിങ്ങള്? മലയാളത്തിന് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ മാർക്ക് കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമുക്ക് ഇനി എന്ത് ചെയ്യണം? അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ആനുവൽ എക്സാം അങ്ങ് എത്തിയില്ലേ? ഷാട്ടാ പടയെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ എന്തെത്തും? നമ്മുടെ ആനുവൽ എക്സാം എഴുത്തും. അപ്പോൾ അടുത്ത വർഷം അല്ലെ 2026 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? വളരെ പ്രധാനപ്പെട്ട വർഷമാണ് അല്ലേ? നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യണോ? ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നതിന്റെ തയ്യാറെടുപ്പുകളിലെ ഒരു ട്രെയിനിങ് പ്രോസസ്സായിട്ട് നമ്മൾ അടുത്തൊരു അക്കാഡമിക് ഇയറിനെ കാണേണ്ടതുണ്ട്. പറഞ്ഞു പേടിപ്പിക്കല്ല. അപ്പൊ എല്ലാ രീതിയിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വർഷമായിരിക്കണം അല്ലെ നമ്മുടെ മുമ്പിലുള്ള വർഷം എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു തുടങ്ങുക അല്ലെ, മിടുക്കരായിട്ട്. നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അല്ലെ. എല്ലാത്തിനെയും വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ മുന്നേറേണ്ടതിന്റെ പ്രാധാന്യമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അല്ലെ വർഷത്തിൽ നമ്മൾ അല്ലെ എടുക്കേണ്ട ഒരു എന്താ പറയാ പ്രാധാന്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടിസ്ഥാന പാഠാവലിയിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ 3rd യൂണിറ്റ് ആണ് നമുക്കിനി അല്ലെ പഠിക്കാനുള്ളത്. 2nd യൂണിറ്റും 1st യൂണിറ്റും ഒക്കെ നമ്മൾ കഴിഞ്ഞു. അപ്പൊ 3rd യൂണിറ്റിൽ ഓൾറെഡി അല്ലെ 3rd യൂണിറ്റിന്റെ ആദ്യത്തെ ചാപ്റ്റർ അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ എന്തായിരുന്നു? ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. അപ്പൊ ഭക്ഷണത്തിന്റെ അല്ലെ മാറുന്ന കാലത്തെ ഭക്ഷണ രീതികളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മളെ അതിന്റെ അനുബന്ധമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള ആ 3rd യൂണിറ്റിലെ 2nd ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ. ഏതാണ്? കിട്ടുമാവൻ. എന്താണ്? എന്ത് അമ്മാവനാണ്? കിട്ടുമാവൻ എന്നാണ് നമ്മളുടെ ഈ ഒരു കഥയുടെ പേര്. ഇതൊരു കഥയാണ് കേട്ടോ. ആരാ എഴുതിയെന്നറിയാമോ? കേരളത്തിലെ വളരെ പ്രസക്തനായിട്ടുള്ള സാഹിത്യകാരനായിട്ടുള്ള തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയിട്ടുള്ള കഥയാണ്. 1912 1999 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. കഥാകൃത്താണ്, നോവലിസ്റ്റ് ആണ്. ആലപ്പുഴ ജില്ലയിൽ തകഴി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ തനിക്ക് ചുറ്റുമുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതമായിരുന്നു അല്ലെ, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെ വളരെ പച്ചയായിട്ടുള്ള മനുഷ്യരുടെ ജീവിതമാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? തന്റെ കഥകൾക്ക്, സാഹിത്യകൃതികൾക്ക് അദ്ദേഹം തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുള്ള, അതായത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വങ്ങളെ തങ്ങളുടെ കൃതിയിലൂടെ ചോദ്യം ചെയ്തിട്ടുള്ള ആളാണ് തകഴി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിലൂടെയൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതി അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു? വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വരച്ച് എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് തകഴി എന്ന് പറയുന്നത്. കുട്ടനാടിന്റെ കഥാകാരൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് തകഴി. കേരള മോപ്പസാങ് എന്നും കുട്ടനാടിന്റെ കഥാകാരൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കുട്ടനാടിന്റെ കഥകളാണ് തകഴി ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. മലയാള സാഹിത്യത്തെ ലോകത്തിന്റെ പ്രസക്തിയിലേക്ക് എത്തിച്ചിട്ടുള്ള അല്ലെ, വിശ്വപ്രസക്തിയിലേക്ക് എത്തിച്ചെന്താണ്? തകഴിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അങ്ങനെ സാധാരണക്കാരനായ മനുഷ്യന്റെയും മണ്ണിന്റെയും ഒക്കെ അല്ലെ ഗാഢബന്ധത്തിന്റെ അല്ലെ. ഇപ്പൊ കുട്ടനാടിന്റെ കഥകൾ എന്ന് പറയുമ്പോൾ നിറയെ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കർഷകരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള അല്ലെ, അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ് അല്ലെ. പിന്നെ അതുപോലെ കയറ് എന്ന് പറയുന്ന നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അല്ലെ അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്റെയും മണ്ണിന്റെയും മനുഷ്യനും തമ്മിലുള്ള ഗാഢബന്ധത്തിന്റെ ഒക്കെ കഥകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തകഴിയുടെ തൂലികയിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ള എന്നുള്ളതാണ്. അപ്പൊ മലയാള സാഹിത്യത്തിൽ അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഇടം അല്ലെ ഉള്ള ഒരു എഴുത്തുകാരൻ തന്നെയാണ് തകഴി എന്ന് നമുക്ക് പറയാം. നമ്മളുടെ സാഹിത്യത്തില് കുലീനമായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രം വിഹരിച്ചിരുന്ന നമ്മുടെ സാഹിത്യത്തില് തകഴിയിലെ അധസ്ഥിതരുടെയും സാധാരണക്കാരുടെയും മാറ്റി നിർത്തപ്പെട്ട അശരണായിട്ടുള്ള മനുഷ്യരുടെയും കർഷകരുടെയും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? തന്റെ കഥകളിലൂടെ ചോദ്യം ചെയ്തിട്ടുള്ള സാഹിത്യകാരനാണ് തകഴി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ കർഷക തൊഴിലാളികളെയും മുക്കുവരെയും തോട്ടികളെയും ഒക്കെ അല്ലെ കൂട്ടിക്കൊണ്ട് വന്ന മലയാള സാഹിത്യത്തിന് ഇങ്ങനെയും മനുഷ്യരുണ്ട് ലോകത്തിൽ അല്ലെ. തറവാടുകളുടെയും ഇല്ലങ്ങളുടെയും ഒക്കെ കഥകൾ മാത്രം അല്ലെ, സമ്പന്നമായിട്ടുള്ള കുടുംബങ്ങളുടെ പ്രശ്നങ്ങളുടെ അല്ലെ മാത്രം പ്രശ്നങ്ങൾ പറഞ്ഞിരുന്ന സാഹിത്യത്തിലേക്ക് എന്ത് ചെയ്യാണ്? സാധാരണക്കാരായിട്ടുള്ള തോട്ടികളായിട്ടുള്ള കർഷകരായിട്ടുള്ള ഇനിയും മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞു വെച്ച സാഹിത്യകാരനാണ് തകഴി കേട്ടോ. അതേപോലെ എന്താണ് പിന്നെ വക്കീൽ ജീവിതം എന്ന് പറയുന്ന ആത്മകഥകള്, എന്റെ ബാല്യകാല കഥ, അമേരിക്കൻ തിരശ്ശീല എന്ന് അത് രണ്ടും ആത്മകഥകളാണ്. ബാല്യകാല കഥയും അതേപോലെ എന്റെ വക്കീൽ ജീവിതവും. അമേരിക്കൻ തിരശ്ശീല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യാത്രാ വിവരണമാണ്. 1957 ചെമ്മീൻ എന്ന് പറയുന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ 1965 ഏണിപ്പടികൾ എന്ന് പറയുന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1980 കയറിന് വയലാർ അവാർഡ് ലഭിച്ചു. 1984 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചു. രാഷ്ട്രം അദ്ദേഹത്തിന്
പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. 1999 ഏപ്രിൽ 10 തീയതിയാണ് എന്ത് ചെയ്തത്, അദ്ദേഹം നമ്മളെ വിട്ടുപോയത് കേട്ടോ. അപ്പോൾ കൃതികൾ നോക്കൂ, ചെമ്മീൻ എന്ന് പറയുന്നത്, രണ്ടിടങ്ങഴി, കയറ്, ഏണിപ്പടികൾ, ഘോഷയാത്ര, അടിയൊഴുക്കുകൾ, അനുഭവങ്ങൾ പാളിച്ചകള്, തെരഞ്ഞെടുത്ത കഥകള്, വക്കീൽ ജീവിതം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മലയാളത്തിലെ ഏറ്റവും പ്രസക്തനായിട്ടുള്ള നോവലിസ്റ്റും കഥാകൃത്തുമായിട്ടുള്ള തകഴി എഴുതിയ ചെറുകഥയാണ് അല്ലെ. അപ്പൊ കീ പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കണേ. അപ്പൊ ഇതൊരു ചെറുകഥയാണ്. അപ്പൊ ആരാണ് എഴുതിയെന്നുള്ളത് ഓർക്കുക. അദ്ദേഹത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ തകഴിയുടെ വളരെ പ്രധാനപ്പെട്ട ചെറുകഥകളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഏത് കഥ, കിട്ടുമാവൻ എന്ന് പറയുന്ന കഥയെന്ന് ആലോചിക്കുക അല്ലെ. അപ്പൊ ഭക്ഷണപ്രിയം അല്ലെ ഒരാളുടെ ജീവിതത്തിൽ വരുത്തുന്ന ദുരന്തത്തെയാണ് എന്ത് ചെയ്യുന്നത്, തെളിവാർന്ന മനോഹരമായ ഭാഷയിലൂടെ തകഴി അവതരിപ്പിച്ചു കേട്ടോ. ഭക്ഷണപ്രിയ, അമിതമായിട്ടുള്ള ഭക്ഷണം എന്ത് ചെയ്യണോ ഒരാളെ എത്രത്തോളം എന്ത് ചെയ്തിരിക്കണോ പിടിച്ചു കുലുക്കും അല്ലെ, എത്രത്തോളം അത് ബാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ കഥയിൽ നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി സ്വന്തമായി ആരംഭിക്കുകയാണ് ആര്, നമ്മളുടെ കിട്ടുമാവൻ എന്ന് പറയുന്ന കഥാപാത്രം കേട്ടോ. അപ്പൊ അദ്ദേഹം എന്താണ്, കൂട്ടുകുടുംബത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരുപാട് ആളുകളുണ്ടാവും അല്ലെ. കൂട്ടുകുടുംബത്തിന്റെ പ്രത്യേകത എന്താ, കുറേ ആളുകളുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ കുറേ ആളുകളുള്ള ഒരു വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാണ്, അദ്ദേഹവും ഭാര്യയും 2 മക്കളുമായിട്ട് എന്ത് ചെയ്യാണ്, മാറി താമസിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് അവർ മാറി താമസിക്കുമ്പോഴാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ എന്ത് ചെയ്യണു, ഇഷ്ടവിഭവങ്ങൾക്കൊപ്പം ഓരോ നേരവും അല്ലെ അദ്ദേഹം എന്ത് ചെയ്യാണ്, മാറി താമസിക്കുമ്പോൾ കൂട്ടുകുടുംബമാകുമ്പോൾ അങ്ങനെ ഒരുപാട് ഭക്ഷണമൊന്നും കിട്ടൂല, എല്ലാവർക്കും ഷെയർ ചെയ്യാനും ഇഷ്ടമുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ മാറി താമസിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അല്ലെ എന്താ ഭക്ഷണം അല്ലെ എന്ത് ചെയ്യണോ, ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണ് അല്ലെ. ഭാര്യയും ഭർത്താവും കുട്ടികൾ മാത്രമാണ്. അപ്പൊ കിട്ടുമാവൻ എന്ത് ചെയ്യണോ, ഇഷ്ടമുള്ള ലിസ്റ്റൊക്കെ ഭാര്യ കുട്ടിയമ്മയ്ക്ക് കൂട്ടിച്ചേച്ചിക്ക് കൊടുക്കുകയാണ്. അപ്പൊ 34 എന്ത് ചെയ്യണം, ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ്, ഓരോ നേരവും വിഭവസമൃദ്ധമായിട്ട് എന്ത് ചെയ്യാണ്, വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ച് 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 പുരയിടം വിറ്റ് തിന്നുന്നു, പറമ്പ് വിറ്റ് തിന്നുന്നു, കച്ചവടവും ബിസിനസ്സും ഒക്കെ പൂട്ടി തൊളിക്കുന്നു. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലെ, അമിത ഭക്ഷണ ഭ്രമം ഒരാളുടെ ജീവിതത്തെ എന്താണ്, ആടാപാടലം നശിപ്പിച്ച് പണ്ടാരടങ്ങുന്ന ഒരു കാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു കഥയിൽ നമ്മൾ പരീക്ഷയ്ക്ക് അങ്ങനെ ഒന്നും എഴുതരുത് കേട്ടോ. അപ്പൊ അങ്ങനെ അമിത ഭക്ഷണം അല്ലെ, അതായത് ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ കഴിക്കുക, തിന്നുക, ഉറങ്ങുക, തിന്നുക, അങ്ങനെയുള്ളൊരു ചിന്ത മാത്രമേ ആർക്ക് ഉണ്ടായിരുന്നുള്ളൂ, നമ്മളുടെ കിട്ടുമാവൻ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് വീടുകൾ തോറും കയറി ഇറങ്ങുന്ന കിട്ടുമാവനെയാണ് നമ്മൾ കഥയിൽ കാണുന്നത് അല്ലെ. എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, വഴി നീളെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന കിട്ടുമാവനെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഈ കാഴ്ചകളുടെ കുട്ടികളൊക്കെ എന്ത് വിചാരിക്കുക, ഇയാൾക്ക് ഭ്രാന്താന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്, കിട്ടുമാവൻ എന്ന് പറയുന്ന കഥ അവസാനിക്കുന്നത്. അമിത ഭക്ഷണക്കാർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ കഥയെ തകഴി അവതരിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ കഥയിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ നോക്കുക. നല്ല കൃഷിക്കാരനായിട്ടുള്ള കിട്ടുമാവൻ കുടുംബസമേതം മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. അപ്പം വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണക്രമം എന്ത് ചെയ്യുന്നു, കിട്ടുമാവൻ ആരംഭിക്കുന്നു. ഒരു മുറി പുരയിടം ഉണ്ടായിരുന്നു അല്ലെ, അത് വിറ്റ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. നിലം 4 പേർക്കായിട്ട് വിൽക്കുന്നു, താമസിക്കുന്ന പുരയിടം വിൽക്കുന്നു. ഇങ്ങനെ എല്ലാ രീതിയിലും എന്ത് ചെയ്യാണ് അല്ലെ അദ്ദേഹം അല്ലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തുന്ന കിട്ടുമാവനെയാണ് കാണുന്നത്. അതേപോലെ കുട്ടികൾക്ക് എന്തേ കൊടുക്കുവോ, ഇല്ല. നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, കഠിനാധ്വാനിയാണ്. 2 ആൾക്കുള്ള ജോലി ആര് ചെയ്യും, കിട്ടുമാവൻ ചെയ്യും അല്ലെ. പക്ഷെ 20 ആൾക്കുള്ള ഭക്ഷണം ആർക്ക് കൊടുക്കണം, കിട്ടുമാവന് കൊടുക്കണം. അപ്പൊ ആരെങ്കിലും ജോലിക്ക് വിളിക്കുവോ, 2 ആളെ വിളിച്ചാലും കുഴപ്പമില്ല അല്ലെ, അവർക്കുള്ള കൂലി കൊടുത്താൽ മതി. പക്ഷെ 20 ആൾക്കുള്ള ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇനി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലോ, അവസാന കാലത്ത് എല്ലാം വിറ്റ് തൊളിച്ച സമയത്ത് ഒന്നും ഇല്ലാണ്ടായില്ലേ. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാ വീടുകളിലും ജോലി അന്വേഷിച്ച് നടക്കും. പക്ഷെ ആരെങ്കിലും ജോലി കൊടുക്കുവോ, ഇല്ല. കാരണം എന്താണ്, മൂപ്പര് അവിടെ ഇരിക്കൂടാ. അതായത് ഭക്ഷണം തീർന്നു കഴിഞ്ഞാൽ കിട്ടുന്നവരെ മതിയാവുന്നവർ അവിടെ ഇരിക്കും. ഇനി രാത്രി വരെയാണ് അവിടെ ഇരിക്കും, കിട്ടിക്കഴിഞ്ഞാലേ പോവുള്ളൂ. ഇനി ആരെങ്കിലും ഇദ്ദേഹം കരഞ്ഞ് വിളിച്ച് അല്ലെ വിശക്കുന്നേന്ന് പറഞ്ഞ് നടക്കുന്ന കണ്ടിട്ട് ആരെങ്കിലും സ്നേഹത്തോട് ഇച്ചിരി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ അവിടുന്ന് പോവില്ല. അപ്പൊ അങ്ങനെ പതുക്കെ ആരും കൊടുക്കാണ്ടായി, നാട്ടുകാരൊന്നും ശ്രദ്ധിക്കാണ്ടായി അല്ലെ. അങ്ങനെ കുടുംബം നഷ്ടപ്പെടുന്നു, വീട് നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുത്തുന്നു അല്ലെ. അങ്ങനെ എന്ത് ചെയ്യാണ്, അവസാനം അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അലയുന്ന കാഴ്ചയാണ് നമ്മളുടെ കഥയുടെ അവസാനം കാണുന്നത് അല്ലെ. അതിൻ്റെ ഇടയിൽ ഒരു കാപ്പിക്കട നടത്തുന്നുണ്ട്, ദോശക്കട നടത്തുന്നുണ്ട്. ഈ ദോശയൊക്കെ ചുട്ടിട്ട് ആരെന്നെ തിന്നും, കിട്ടുമാവൻ തന്നെ തിന്നും. കപ്പ കച്ചവടം നടത്തുന്നുണ്ട്, തോണിയിൽ കപ്പ കൊണ്ടുപോയിട്ട് അല്ലെ വിൽക്കുന്ന കച്ചവടം. പക്ഷെ ആ കപ്പയും ആരെന്നെ പുഴുങ്ങി തിന്നും, കിട്ടുമാവൻ തന്നെ പുഴുങ്ങി തരും. പിന്നെ എങ്ങനെയാണ് കപ്പ കച്ചവടം ഉണ്ടാവുക അല്ലെ, എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക അല്ലെ. അപ്പൊ ഇതൊന്നും നടക്കൂല അല്ലെ. അപ്പൊ അങ്ങനെ പതുക്കെ എന്ത് ചെയ്യാണ്, ഈ അമിത
അമിത ഭക്ഷണത്തിനുള്ള ആർത്തി അല്ലെ. നമ്മളൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കണേ, അല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ജീവിക്കണേ? അല്ല അല്ലെ. അപ്പൊ ആ ഒരു പ്രത്യേകത എന്ത് ചെയ്യണോ നമ്മളുടെ കഥയിൽ പറയുന്നു. അപ്പൊ എന്ത് ചെയ്യാണ്, പുതുതായിട്ടൊരു മൺപുര കെട്ടുന്നുണ്ട്, മാറി താമസിച്ചപ്പോൾ തൊട്ടുമുക്കിൽ കാപ്പിക്കട തുടങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ കച്ചവടക്കാരനാവുന്നുണ്ട്, നന്നായി ജോലി ചെയ്യുന്ന ആളായിരുന്നു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അല്ലെ. കിട്ടുമാവന്റെ ഭക്ഷണപ്രിയം കാരണം ജോലിക്ക് നിർത്താൻ പലർക്കും താല്പര്യം ഇല്ലാണ്ടാവുന്നു. അങ്ങനെ വിശക്കുന്നേന്ന് വഴിനീളെ നിലവിളിച്ച് നടക്കുന്ന അല്ലെ ഒരു കിട്ടുമാവനെയാണ് നമ്മൾ കാണുക. അപ്പൊ അമിത ഭക്ഷണപ്രിയം ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും അല്ലെ, അയാളുടെ ജീവിതത്തെ അടപടലം അത് ബാധിക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ ഈ ഒരു കഥ മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ എന്താണ് അല്ലെ, സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു മനുഷ്യന്റെ തകർച്ചയെ അല്ലെ ഉപഹാസപൂർവ്വം അല്ലെങ്കിൽ ഒരു നമുക്കൊരു സെട്ടയർ എന്നുള്ള രീതിയിലാണ്, ഒരു ആക്ഷേപഹാസ്യം അല്ലെ. സമൂഹത്തിന് നേരെ എന്താണ്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെ. അമിതമായിട്ട് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയാണ് സംഭവിക്കാനുള്ളത് എന്നുള്ളൊരു ആശയമാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഒരു കഥ മുന്നോട്ട് വെക്കുന്നത്. കുടുംബ വീട്ടിലെ താമസം അവസാനിപ്പിച്ച് സ്വന്തം വീട്ടിൽ താമസം ആരംഭിക്കുന്ന അല്ലെ ഭക്ഷണപ്രിയക്കാരനായിട്ടുള്ള കിട്ടുമാവൻ. അതുവരെ അദ്ദേഹത്തിന് വിശപ്പില്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ എന്താ ചെയ്യുക, പറമ്പിലേക്ക് പോയി കരിക്കൊക്കെ ഇട്ട് കുടിച്ച് അല്ലെ, അങ്ങനെയൊക്കെ വിശപ്പ് മാറ്റിയായിരുന്നു ആദ്യകാലത്ത് ചെയ്തിരുന്നത് കൂട്ടുകുടുംബമായ സമയത്ത്. സ്വന്തം കുടുംബമായ സമയത്ത് എന്ത് ചെയ്യണു അല്ലെ, ഒറ്റയ്ക്ക് കഴിക്കാനുണ്ടല്ലോ. അപ്പൊ ഈ കുട്ടികൾക്ക് പോലും കഴിക്കാനുണ്ടോ, ഭാര്യ കഴിച്ചോ കുട്ടികൾ കഴിച്ചോ എന്നൊന്നും ആരും ആലോചിക്കില്ല, കിട്ടുമാവൻ ആലോചിക്കില്ല. ഉള്ളത് മുഴുവൻ എന്ത് ചെയ്യണു, മൂപ്പര് തിന്ന് തീർക്കും അല്ലെ. അപ്പൊ ഈ കരിച്ചോം വറുത്തതിന്റെ ഒക്കെ മണമൊക്കെ സഹിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ആർക്ക് പറ്റില്ല, കിട്ടുമാവിന് പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു കിട്ടുമാവിന്റെ ജീവിതം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഭാര്യയായ കുട്ടിച്ചേച്ചിയോട് ഓരോ നേരത്തേക്കും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ എന്ത് ചെയ്യണു പിന്നെ ആവശ്യപ്പെടുന്ന കിട്ടുമാവനെ നമ്മൾ കഥയിൽ കാണുന്നു. പിന്നെ ഭീകരമായിട്ട് ചെലവ് വർദ്ധിക്കുന്നതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, പറമ്പുകൾ ഓരോന്നും വിൽക്കുന്നത് കേട്ടോ, ഭൂമിയൊക്കെ വിൽക്കുന്നത്. പിന്നീട് പലതരത്തിലുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോശക്കട നടത്തുന്നുണ്ട്, കാപ്പിക്കട നടത്തുന്നുണ്ട് അല്ലെ, അതായത് കപ്പക്കട നടത്തുന്നുണ്ട് അല്ലെ. പക്ഷെ കിട്ടുമാവന്റെ ഭക്ഷണപ്രിയം എന്ത് ചെയ്യാണ്, ഇതിനൊക്കെ അവസാനം എന്ത് ചെയ്യണു, നാശത്തിലേക്ക് അല്ലെ, അതൊക്കെ ഇല്ലാണ്ടായി തീരാനുള്ള വഴിയിലേക്ക് കൊണ്ടുപോവാണ് അല്ലെ. അപ്പോൾ കഥയുടെ അവസാനത്ത് അല്ലെ അമിത ഭക്ഷണം വരുത്തി വെക്കുന്ന തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കിട്ടുമാവനെ നമ്മൾ കാണാണ് അല്ലെ. അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ എന്ന സമാഹാരത്തിൽ നിന്നാണ് ഈ ഒരു അമിത ഭക്ഷണപ്രിയർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ ഒരു കഥ എന്ത് ചെയ്തിരിക്കുന്നത്, തകഴി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ കിട്ടുമാവൻ അല്ലെ. കുട്ടികൾക്കൊന്നും കൊടുക്കാതെ അല്ലെ രാവന്തിയോളം ജോലി ചെയ്യാണ്. അപ്പൊ ആലോചിച്ചൊക്കെ ഒരു സാധനം ഉണ്ടാ, വെറുതെ കുക്കറേ കടല പുഴുങ്ങോ എന്ന് പറഞ്ഞാൽ പുഴുങ്ങോ, ഓരോ സാധനങ്ങളും ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള സമയം വേണം അല്ലെ. ഉള്ളി അരിയണം അല്ലെ, പച്ചക്കറി നുറുക്കണം, അത് കഴുകണം, അരിയണം, പൊടിക്കേണ്ടതുണ്ടാവും, അരയ്ക്കേണ്ടതുണ്ടാവും അല്ലെ, അത് പാകം ചെയ്യണം, അത് ഇത്ര പാകം. ഇപ്പൊ ഇത്രയും വിഭവസമൃദ്ധമായിട്ടുള്ള സാധനങ്ങൾക്ക് ഒറ്റ ദിവസമാണ് ഒരു വീട്ടിൽ ഉണ്ടാക്കണേ അല്ലെ. അപ്പൊ ആലോചിച്ചൊക്കെ എത്രത്തോളം പൈസ അതിന് ആവശ്യം ഉണ്ടാവും. എന്നിട്ടോ മക്കള് കഴിച്ചോ എന്ന്, മോന്റെയൊക്കെ കോലം കണ്ടോ, 2 കുട്ടികളാണല്ലോ അല്ലെ, ഇവരൊക്കെ മെലിഞ്ഞ് അല്ലെ ഉള്ളൊരു ചിത്രമൊക്കെ നമ്മൾ കാണണേ. അപ്പൊ കുട്ടികൾക്ക് ഭക്ഷണമില്ല, കാരണം എന്ത് ചെയ്യുന്നു, കുടിച്ചേടത്തേക്ക് അറിയില്ലല്ലോ. കുടിച്ചേടത്തി ആദ്യമായിട്ടാണ് മാറി താമസിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണേ, അപ്പോൾ തികയുന്നില്ല അല്ലെ. അപ്പൊ 36 ഇദ്ദേഹത്തിന്റെ ഭാഗമൊന്നും അറിയില്ല, മക്കൾക്കൊക്കെ മാറ്റി വെക്കാതെ കഴിക്കുമെന്നുള്ളത് ചിന്തിക്കുന്നില്ല. അപ്പൊ സ്വാർത്ഥനാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ആർക്ക് വേണം ആർക്ക് വേണ്ട, ആരെങ്കിലും കഴിച്ചോ എന്നുള്ളതൊന്നും ചിന്തിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, കുടുംബം അല്ലെ കുട്ടിച്ചോറാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല ജീവിതം അല്ലെ എന്നുള്ള ഒരു ചിന്ത അല്ലെ സമൂഹത്തിന് നേരെ പിടിച്ചൊരു കണ്ണാടിയാണ് ഈ കഥാഭാഗം നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് മനുഷ്യർ നമ്മളുടെ ചുറ്റുമുണ്ട് അല്ലെ. അതിന്റെ പേരിൽ കുടുംബം ഇല്ലാണ്ടായി പോകുന്ന അല്ലെ, വീട് നഷ്ടപ്പെടുന്ന, സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെട്ട് അല്ലെ പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ വളരെ കൃത്യതയോടുകൂടെ അല്ലെ ഭക്ഷണം എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കണം അല്ലെ, അല്ലാതെ ഭക്ഷണം മാത്രമാവരുത് ജീവിതം എന്ന് പറയുന്ന ഒരു ചിന്തയാണ് ഈ കഥ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കൂടെയുണ്ട്. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, അനേകം കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ കൂടിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ക്ലിയർ ആയോ കഥ, മക്കൾക്ക് മനസ്സിലായോ, ഓക്കെ ആണോ? അപ്പൊ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. ഇനി നമുക്ക് 3rd യൂണിറ്റില് ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്കുള്ളത് അല്ലെ. അപ്പൊ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം കൂടി ആയിരിക്കും ഈ ഒരു 3rd യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എല്ലാ ഭാഗവും ഇമ്പോർട്ടന്റ് ആണ്. എങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാത്ത ഭാഗം ഏതാണ്, 3rd യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ ഒന്ന് നന്നായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അത് ഷടപട എന്ത് ചെയ്യും, ആനുവൽ എക്സാം ഇങ്ങ് വരും. അടുത്ത വർഷം നമ്മൾ എവിടെയാണ്, 10ാം ക്ലാസ്സിലാണ്. അപ്പൊ അതൊക്കെ ഓർമ്മയിലുണ്ടാവുക, നന്നായിട്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക. ഇനിയും ആരെങ്കിലും ഒക്കെ നമ്മളുടെ ആപ്പ് അല്ലെ പർച്ചേസ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിവിഷൻ ഒക്കെ വേണ്ടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ടെക്സ്റ്റ് മാറിയ സമയത്ത് കുറേ കാര്യങ്ങൾ എന്താണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആണ്. 9th ബേസിക് ഇവിടെയാണുള്ളത്. 10ാം ക്ലാസ്സിൽ ആക്ച്വലി വളരെ കുറച്ച് പഠിക്കാനുള്ളൂ. അതിന്റെ കോണ്ടന്റ് മുഴുവനുള്ളത് എവിടെയാണ്, 9th പഠിച്ച കോൺസെപ്റ്റുകളാണ് അവിടെ വലുതായി വരുന്നത്. അപ്പോൾ 9ാം ക്ലാസ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും നിങ്ങൾ ട്രാക്കിലേക്ക് കയറിയിട്ടില്ല എങ്കിൽ അല്ലെ
വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാത്ത കയറുക, നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിരിക്കും സൈലം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി എൻ ബാച്ചുകളും എൻ ഗെയിമും ഒക്കെ നടക്കാനുണ്ട്. റിവിഷൻ ബാച്ചുകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിഷൻ. അപ്പോൾ ഇനിയും ആരെങ്കിലും ഒക്കെ അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, നന്നായിട്ട് പഠിച്ച് തുടങ്ങുക കേട്ടോ. നമ്മളിപ്പോൾ അതല്ലേ ചെയ്യേണ്ടത് അല്ലേ? ഇപ്പം ഭാവിയിൽ ഒരുപാട് വർഷമൊക്കെ കഴിയുമ്പോൾ അല്ലേ നമ്മൾ അന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് കാര്യമില്ല കേട്ടോ. +1 ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് 9th ആണ്. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക മക്കൾ. ഓക്കെ, അപ്പോൾ ഇനിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലുമൊക്കെ ചാപ്റ്റർ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ കണ്ടാലോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ.